യൂണിഹെർട്സ് എന്ന ബ്രാൻഡിൻ്റെ യൂണിഹെർട്സ് 8849 ടാങ്ക് 3 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധാരണ ഫോണുകളിൽ കാണാത്ത പല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിഹെർട്സ് 8849 ടാങ്ക് 3 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിലൊരു പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സാധാരണ ഫോണുകളിൽ നമുക്ക് പ്രൊജക്ടറൊന്നും ലഭിക്കാറില്ല. ഇതിൽ 100 ലൂമിൻ്റെ ഒരു പ്രൊജക്ടർ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിൻ്റെ സ്ക്രീന് നമുക്ക് ഒരു ചുമരിലോട്ടൊക്കെ പ്രൊജക്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ക്യാമ്പിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊതുവെ ഗെയിമിംഗ് ഫോൺസിൽ മാത്രം കാണുന്ന കൂളിംഗ് ഫാനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 23800 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പൊതുവേ ഫോണുകളിൽ 5000 6000 mAh ബാറ്ററിയൊക്കെയാണ് കാണാറ്. ആ ഒരു ടൈമിലാണ് ഇതിൽ 23800 mAh ബാറ്ററിയൊക്കെ വരുന്നത്. അതുമാത്രമല്ല 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ 200 MP മെയിൻ ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 64 MP നൈറ്റ് വിഷൻ ക്യാമറയും 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട്. പിന്നെ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 16 GB റാമും 512 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 18 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 18 GB റാം വരെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 36 GB റാം വരെയൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8200 Ultra എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ 53,000 54,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാം, പക്ഷേ ബെസ്റ്റാണ് എന്ന് പറയാൻ പറ്റില്ല. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ LCD പാനൽ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൽ അത് മിസ്സിംഗ് ആണ്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല. പിന്നെ പൊതുവേ ഇതുപോലുള്ള ഫോണുകളിൽ അത്ര മികച്ചൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരാറില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ $640 എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 53,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ അലി എക്സ്പ്രസ്സിൽ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് കാണിക്കുന്നത് 54,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പ്രൊജക്ടർ, ക്യാം ലൈറ്റ്, അതുപോലെ തന്നെ ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ, വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പ്, ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സറോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫീച്ചേഴ്സോ ഈ ഫോണിൽ വരുന്നില്ല. പ്രൊജക്ടർ, അതുപോലെ തന്നെ വളരെ മികച്ചൊരു ബാറ്ററി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോണിൻ്റെ വെയിറ്റ് 969 ഗ്രാം വരുന്നുണ്ട്. വളരെ വെയിറ്റ് കൂടിയ ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അത് മാത്രമല്ല തിക്നെസ് 29.8 mm വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഫോണുകളേക്കാളൊക്കെ 4 ഇരട്ടി 5 ഇരട്ടി വെയിറ്റും തിക്നെസ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെയിറ്റും തിക്നെസ്സും നല്ലോണം കൂടും. അതും കൂടി ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ളൊരു ഫോണിലോട്ടൊക്കെ പോയാൽ മതി. എന്തായാലും യൂണിഹെർട്സ് 8849 ടാങ്ക് 3 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ളൊരു സ്മാർട്ട് ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.